കൂടെ ഏട്ടന്റെ സേവ് ദ ഡേറ്റ് എടുക്കാൻ പോവാണ്. എങ്ങോട്ട് പോവാ? 30 to 45 minutes ട്രാവൽ ഉണ്ട് ലൊക്കേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ സൺഡേ ആയതുകൊണ്ട് തന്നെ ഷോപ്സ് ഒന്നും തുറന്നിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഫ്ലവർ കിട്ടാൻ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടു. അവസാനം നമ്മൾ ഈ കയ്യിലിരിക്കുന്ന ഫ്ലവർ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. നമ്മൾ ഫ്ലവർ നോക്കി നടന്നപ്പോൾ ഇവന് ചായ കുടിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമായിരുന്നു. 4 മണി തൊട്ട് തുടങ്ങിയതാ ചായ 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 എന്ന്. അങ്ങനെ അവസാനം നമ്മൾ ലൊക്കേഷനിലെത്തി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കമ്പാരിറ്റീവ്ലി അത്ര തിരക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഇത് പാറു നമ്മൾ എന്ത് ചെയ്താലും ഊക്കും അങ്ങനെ തന്നെ എടുത്തു കൊടുക്കണം. പണ്ട് എനിക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ കപ്പിൾസിനെ കുറച്ചധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ജെറിയാണ് ഫോട്ടോഗ്രാഫർ, ലൈറ്റ് ബോയും വീഡിയോഗ്രാഫറും ഒക്കെ അവൻ എന്നാക്കി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആടെ നിന്ന് ഇറങ്ങി ഒരു ചെറിയ കഫേയിൽ കയറി. അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് മധുരമില്ലാത്ത കുറച്ച് ഹെൽത്തി ജ്യൂസും കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പൊ ഇന്ന് നമ്മളെ രണ്ടാമത്തെ ടെമ്പിൾ ഷൂട്ട് അങ്ങനെ ബീച്ചിൽ നിന്നുള്ള പ്രവേശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ട്രഡീഷണൽ ഷൂട്ടിന് പോവാണ്. ആൾക്കാരെല്ലാം സെയിം തന്നെയാ. അങ്ങനെ അവരെ ഷൂട്ടിന്റെ അടുക്ക് നമ്മൾ ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ അതൊരു ഇതാ ആരെന്ത് ചെയ്താലും അതുപോലെ ചെയ്തോളൂ. നല്ല വീട്. മോർണിംഗ് നല്ല കോടയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. സമയം പറഞ്ഞ ഞങ്ങളാണെങ്കിലും ലേറ്റ് ആയത് ഞങ്ങളൊക്കെ തന്നെ. രാവിലെ തല ഗൈസ് ടിപ്പിക്കൽ അടി എനിക്ക് തരാം. പാറു ഞാൻ 6:30 പട്ടിണി ആയിട്ട് വന്നിട്ടിരിക്കുന്നു. ഒരു പേരക്കല്ലേ സ്പീഡില് ജിഷ്ണുവിന്റെ കല്യാണത്തോടനുബന്ധിച്ച് നടന്നത്. നല്ല ആംബിയൻസിന്റെ ഒരു തറവാട് വീടാണ് കിട്ടിയത്. അപ്പൊ ഈ ഒരു സുദിനത്തിൽ നമുക്ക് ഫോട്ടോ എടുത്തു തന്ന ജെറി, സ്പോട്ടിൽ വിഷ്ണു, പിന്നെ വണ്ടി എടുത്തത് എല്ലാവരും ഇത്രയും ദൂരം ഇവിടെ എത്തി. ലേറ്റ് ആക്കി രാഹുലേട്ടൻ ലേറ്റ് ആക്കി അച്ചു, പാറു, ചിഞ്ചു, ഒരു കാര്യമില്ലാതെ വന്ന ഇവർക്ക് എന്തിനാ വന്നതെന്ന് ഇവർ കൂടെ കഴിഞ്ഞ് നമുക്ക് നാളെ കാണാം.